ഇന്നലെ ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പിള്ളേർ പല ക്യാമ്പസിലും ചെല്ലുമ്പോൾ പിള്ളേർ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു ധൈര്യം എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ അമാനുഷികതയൊന്നുമില്ല, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഭയപ്പെടേണ്ട ആളല്ല. ഞാൻ പറഞ്ഞത് കറേജ് ഓഫ് കൺവിക്ഷൻ. ഞാൻ ഇന്നുവരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കടുക് മണിയോളം എക്സാജറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ ശ്രമിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും കുടുംബവും നടത്തിയിട്ടുള്ള അഴിമതി എണ്ണി പറഞ്ഞത് 100% സത്യമായ കാര്യമാണ്. ആ കൺവിക്ഷനാണ് എന്നെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയും. നമുക്കുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നും നമുക്കുണ്ടാകുന്ന അസാധാരണമായൊരു ധൈര്യമുണ്ട്. ലോകം മുഴുവൻ ഇളകി വന്ന് നമ്മളെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മളെ എതിർക്കുമെന്ന് പറഞ്ഞാൽ, സത്യം നമ്മുടെ ഭാഗത്താണ്, സത്യമാണ് നമ്മൾ പറയുന്നത് എന്ന ബോധ്യമുണ്ട് എങ്കിൽ അത് ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറയാൻ ഉള്ളിൽ നിന്ന് മാന്ത്രികമായ ഒരു ധൈര്യം നമുക്ക് ലഭിക്കും. അതാണ് കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, നിങ്ങൾ CPM-ന്റെ ഇന്നത്തെ സംസ്ഥാനത്തെ നമ്പർ 1 ടാർഗറ്റാണ്. ഇതിനു മുമ്പ് അവരങ്ങനെ പലരെയും ടാർഗറ്റ് ചെയ്ത് തോപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ശൈലി അതാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ വരുന്നവരെ എല്ലാവരെയും നിഷ്ക്രിയരാക്കാൻ കഴിയുന്ന ഒരു ശേഷി അല്ലെങ്കിൽ ശക്തി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, കോൺഗ്രസ് പാർട്ടി എന്നിൽ അർപ്പിച്ച ദൗത്യം അത് നിർവഹിക്കുന്ന പാതയിലാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. അതിൽ അധാർമികമായി, അസത്യമായി, സത്യവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല.